സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ അതിഗംഭീരമായ ഒരു വീഡിയോ ആണ്. ഒരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ രണ്ടര കൊല്ലമായി ഗൾഫിൽ പോയിട്ട്. അവൻ നാട്ടിലേക്ക് ഇന്ന് വരാണ്, വ്യാഴാഴ്ച നിന്ന്. അപ്പോൾ ഇന്ന് വരാണ്. അപ്പോൾ ഞാൻ അവൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല അവൻ വരണത്, അവൻ്റെ ചേട്ടനൊക്കെ അറിയില്ല. ഞങ്ങൾ അടുത്ത ആഴ്ച ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. അവൻ്റെ പേരും പറഞ്ഞ് ഈ ആഴ്ച സെറ്റപ്പാക്കിയാണ്. അവനോട് പറഞ്ഞ്, അവൻ്റെ ചേട്ടനോട് പറഞ്ഞ്, എടാ കൂട്ടുകാരൻ വരുന്നുണ്ട്, അപ്പോൾ അവനെ കൊണ്ടുവരാൻ പോകണം എന്നുള്ളതൊക്കെ പറഞ്ഞ് ലീവ് ഇടിപ്പിച്ച് ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്, അവനെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ബാക്കിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 2-3 പേരായിട്ട് പോകണം, ഞാൻ കൂട്ടുകാരനും പിന്നെ അവൻ്റെ ചേട്ടനും കൂടി പോകണം. എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല ഈ കാര്യം. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണിച്ചു തരട്ടെ. അവൻ്റെ ചേട്ടൻ വന്നിട്ട് അറിയാത്ത പോലെ പോയി വീഡിയോ എടുക്കണം. അവനെ കൊണ്ടുവരുന്ന വീഡിയോ വീട്ടിൽ കൊടുക്കുന്ന ഒരു സർപ്രൈസ്, ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാനും കൂട്ടുകാരനും കൂടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. അവനക്കറിയില്ല വരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ചേട്ടൻ ഇവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളെ അതിഗംഭീരമായിട്ടുള്ള വീഡിയോ ആണ്. അല്ലേ? നമ്മുടെ കൂട്ടുകാരൻ ഇതാണ്. ഇനി ഇവൻ്റെ അനിയൻ വരുന്നുണ്ട്. ഈ മാസം ലാസ്റ്റ് ആയിരിക്കും ഇവൻ്റെ അനിയൻ വരാം. ഇന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അവൻ്റെ അനിയൻ ഈ മാസം എന്നൊക്കെയാണ് വരാം. അവൻ ഈ മാസം ലാസ്റ്റ് എത്തും. ഈ മാസം ലാസ്റ്റ് എത്തും. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അല്ലേ? ഇന്ന് നമ്മുടെ കൂട്ടുകാരനെ കൊണ്ടുവരും അല്ലേ? കയ്യാണിക്ക് അതെ. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പോവാട്ടാ. ഓക്കെ, എയർപോർട്ടിൽ എത്താനായിട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ചായ പിടിക്കാൻ കയറിയിരിക്കുക. സമയം 5:30 വരാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4:30 ആയിട്ടുള്ളൂ. 1 മണിക്കൂറുണ്ട്. അപ്പോൾ ചായ കുടിച്ച് മെല്ലെ പോകാന്ന് വെച്ചു അല്ലേ? പിന്നെ ഞങ്ങൾ സമയം പോകാനായിട്ട് നമ്മുടെ എയർപോർട്ടിൻ്റെ സൈഡ് ഭാഗത്ത്, അതായത് ഫ്ലൈറ്റൊക്കെ വന്ന് ഇറങ്ങണതും പോകുന്നതൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലമാട്ടാ. ഇവിടെ നിറച്ച് ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് വരണതും പോകണമൊക്കെ കാണാനായിട്ട്. അപ്പോൾ പോണ ഇങ്ങനെ കാണാൻ ഭാഗ്യം. അപ്പോൾ ദയവാന്ത് അവറിനും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാട്ടാ. ഇപ്പോൾ സമയമായിട്ടില്ല, 4:45 5:30 അപ്പോൾ സമയം പോകാൻ വേണ്ടി ഇവിടെ നിൽക്കണേ. നേരം വൈകി, അതായത് നേരത്തൊക്കെ വന്ന് എയർപോർട്ടിൽ നിൽക്കണവർ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും സമയം പോട്ടെ. അവിടെയൊക്കെ മീൻ പിടിക്കുന്നുണ്ട്, അതൊക്കെ കണ്ടിങ്ങനെ ചില്ലായിട്ടിരിക്കാം. ട്രെയിനും പോണണ്ട. പോലെ ഇങ്ങനെ നടക്കാട്ടെ. ഇവിടെ എന്താ അപ്പുറത്ത് റെയിൽവേ പാളാട്ടോ. ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ എപ്പോഴും കാണുന്ന സ്ഥലമാണിത്. അപ്പോൾ അതൊന്ന് കാണാൻ പറ്റിയത് സന്തോഷം. വിമാനം പോകുന്നുണ്ടെങ്കിൽ ദൈവമൊന്നുണ്ട്. എടുത്തുകൂടെ പോണേട്ടാ. നോക്കി പോണിട്ടാ. നോക്കിയേ, ഈ നെറ്റിന്റെ ബാക്കിൽ നിന്ന് വലിയ ചൂണ്ടല. ഇത് എത്ര അടി ചൂണ്ടലാട്ടാ? എത്ര? 12 അടി ചൂണ്ടല്ലേ? എന്താ ഇതേപോലെ ഇട്ടിട്ടാണ് ഒരു പിടിക്കണത്. പിലോപ്പീറ്റിൻ്റെ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. എന്താ അതുപോലെ തന്നെ പിടിക്കാം. കുറച്ച് റിസ്ക് പിടിച്ചിട്ടാ മീൻ പിടിക്കണല്ലേ? കിട്ടിട്ടാ. പിലോപ്പി കിട്ടി, നമ്മുടെ ചേട്ടനെ കിട്ടി. എടുത്താണ്ട് ഇടേട്ടാ. ഫ്ലൈറ്റിന്റെ അവിടെ മീൻ പിടുത്തം എന്താല്ലേ? ആന കിട്ടി, കുളത്ത് വരുന്നു. കാണിച്ചേട്ടാ, കാണിച്ചേ. ആന കിട്ടി. നമ്മുടെ ചേട്ടനാട്ടാ. ട്രെയിൻ വരുന്നൊക്കെ ആലപ്പുഴ തൃശ്ശൂർ വരുമ്പോൾ കാണാം അതുപോലെ. അങ്ങോട്ട് ഒരെണ്ണം പോയി, ഇങ്ങോട്ട് ഒരെണ്ണം വന്നു. അങ്ങനെ നമ്മുടെ ചെക്കൻ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ചെക്കിങ് ചെയ്തിട്ട് വേണം വരണമെങ്കിൽ. അപ്പം നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്ത് ഇനി അവൻ വിളിക്കുമ്പോൾ നേരെ പോകണം. അങ്ങോട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അവനെ കണ്ടുപിടിക്കണണ്ടാ. അപ്പോൾ അത് നമ്മുടെ കൂട്ടുകാരൻ വണ്ടി ഇങ്ങോട്ട് കിടക്ക്. അതായിട്ട് അവൻ നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. കണ്ടുപിടിക്കണം. നമ്മുടെ ചെക്ക അവിടെ നിൽക്കണ്ടിട്ടാ. അവിടെ തന്നെ നിൽക്കണത്. ചേട്ടൻ പോന്നു. സെക്കൻഡ് ഫുള്ള് ലഗേജായിട്ട് വന്നിട്ടാ.
കണ്ടു തോന്നിട്ടാ ആരാ പണ്ടക്കനാ നമ്മൾ ലാസ്റ്റ് നമ്മളെ ചക്കരെത്തി ചേട്ടനെ തമ്മിൽ 2 കൊല്ലത്തെ കണ്ടുപിട്ടലാണ്. ഇന്ന് പോലൊക്കെ ഉണ്ടാവും. നമ്മ ഗിഫ്റ്റ് കൊടുത്ത് നമ്മ ഗിഫ്റ്റ് കൊടുത്ത് കാണട്ടെ എത്തിരിക്കും. 2.5 കൊല്ലത്തിലാണ് നമ്മൾ ചങ്ക എത്തിയിരിക്കുന്നുണ്ടാ. നമ്മുടെ മിഡ്ലാൻഡിന്റെ ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്താ പറയാനുള്ള 2.5 കൊല്ലത്തിന് ശേഷം നേരിട്ടാണ്. എന്താ പറയാനുള്ള ഗിഫ്റ്റ് കിട്ടിയപ്പോ പറയ് കാര്യം പറയ് എന്താണ് അനിയനാണിപ്പോ സന്തോഷം പറയ് എന്താ പറയാൻ പറ്റുന്നില്ല വാക്കുകള്. ഏതാണ് നമ്മുടെ തക്കുടു 2.5 കൊല്ലമായി പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തി. എന്താ പറയാനുള്ള ഒന്നും പറയാനില്ല. പെട്ടെന്ന് കണ്ടപ്പോ കണ്ണ് പറയണ ബാക്കിയുള്ള നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള വരുന്ന വഴി കാണാട്ടാ. ഇനി തക്കുടോ ഇനി നിന്റെ വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള വീഡിയോ ഒക്കെ വീട്ടില് പോയിട്ട് അമ്മയ്ക്ക് കൊടുക്കട്ടെ പണി. ഓക്കെ നമ്മുടെ ചെക്ക നമുക്ക് ഗിഫ്റ്റ് പെടവാക്കി അവർക്കൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ വണ്ടി ഓടിക്കല് എല്ലാരും ഉണ്ട്. ഞാൻ അമ്മേനെ ഒന്ന് സർപ്രൈസ് ചെയ്തിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണായിരിക്കും കേട്ടോ. അല്ല കൂടാ ഡ്യൂട്ടിക്ക് പോണ പോക്കണ് പെട്ടിക്കായിട്ട്. ഞങ്ങളുടെ ഇവന്റെ വീടെത്തിൻ്റെ രാത്രി ഇപ്പൊ സമയം എത്ര 8 മണിയായി. അപ്പൊ ഇനി അവിടെ വീട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതേ പോണ്. ഓക്കെ വീട്ടിലെത്തിണ്ട്. ചെല്ലി വിളിക്ക്. അല്ല പിന്നെ അറിയില്ല. സന്തോഷ കണ്ണീര് ഇതിന് പിന്നെ അമ്മ സന്തോഷ കണ്ണീര് അമ്മേരെ സന്തോഷ കണ്ണീര് കണ്ട ഇതിന് സ്നേഹം. കുറെ നാൾക്ക് ശേഷം അച്ഛനമ്മയ്ക്ക് സന്തോഷം കണ്ട. ഇതാണ് ഫാമിലി, ഇതാണ് സന്തോഷം. ഇതൊക്കെ കാണുമ്പോ ഒരു സങ്കടം. നോക്കിയേ ഞങ്ങള് നമ്മുടെ ഈ ഒരു കൊച്ചു ഫാമിലിക്ക് ഒരു സന്തോഷം കൊടുത്തു അല്ലേ. അപ്പൊ അച്ഛനും അമ്മയ്ക്കൊക്കെ സന്തോഷമായി. അപ്പൊ അല്ലേ അപ്പൊ ഞങ്ങളുടെ പ്ലാൻ വിജയിച്ചു. അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാണണം. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണായിരിക്കും. എല്ലാവരും ടാറ്റ പറഞ്ഞേ. ബൈ.